ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? രണ്ട് വർക്ക് ഉണ്ട് കേട്ടോ നമുക്കിന്ന്. ഒന്ന് മണ്ണാർക്കാട്, ഒന്ന് പട്ടാമ്പിയാണ്. നല്ല മഴയുണ്ട് രാവിലെ. ഇവിടുന്ന് തുടങ്ങി അവിടെ എത്തോളം മഴയാണ്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റോഡാണെന്നുണ്ടെങ്കിൽ മണ്ണാർക്കാട് ഒറ്റപ്പാലം വഴിയാണ് ഞാൻ പോയത്. അപ്പോൾ അതുവഴിയാണ് ലൊക്കേഷൻ കാണിച്ചത്. ആലനല്ലൂർ കഴിഞ്ഞ് കൊട്ടേപ്പാടം എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ് നമുക്കിന്ന് സൈറ്റ് ഉള്ളത്. ഏതായാലും സ്വർഗത്തേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറഞ്ഞ പോലെ നമുക്ക് കുഴപ്പമില്ലാതെ പിന്നെയുള്ള റോഡൊക്കെ നല്ലത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് നല്ല മുളക്കൃഷിയുള്ള ഈ ഒരു കാഴ്ച കണ്ടു കേട്ടോ. മുളക്കൃഷി തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. കുഴപ്പമില്ല, നല്ലതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എന്തായാലും ഇങ്ങനെ പോകുമ്പോൾ മഴയും ഇരുട്ടൊക്കെ കാരണം ചില പ്രദേശങ്ങളൊക്കെ നല്ല ഇരുട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കുറഞ്ഞ പേടിയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ലൊക്കേഷനിലെത്തി. നമ്മൾ അർജൻറ്റീനൻ്റെയും സ്പെയിനിൻ്റെയും കളി കാരണം മന്ത്രി നമുക്ക് പിറ്റേന്ന് ലീവ് അനുവദിച്ചല്ലോ. അപ്പോൾ ഇവർ അവിടെ മണ്ണാർക്കാട് GP സ്കൂളിലെ ടീച്ചറായി HM ആയിരുന്നു. അപ്പോൾ അവർക്ക് അന്നൊരു ഒഴിവ് പെട്ടെന്ന് കിട്ടിയതാണ്. അതാണ് നമുക്ക് രണ്ട് ലൊക്കേഷന് പെട്ടെന്ന് എടുക്കേണ്ടിയിരുന്നത്. അപ്പം ഞാൻ അന്ന് വേറെ ലൊക്കേഷൻ ഉണ്ട് ഓൾറെഡി. അപ്പോൾ അവർക്ക് രാവിലെ തന്നെ കൊടുത്തു. അങ്ങനെ അവിടെ എത്തി. ചായ നമുക്ക് കിട്ടുന്നു. വാഗണറാണ്, ഓട്ടോമാറ്റിക്കാണ്. അതെടുത്ത് നമ്മൾ ഓടിച്ച് പെരിന്തൽമണ്ണ എത്തി. അപ്പോൾ അവരുടെ വീഡിയോ ക്ലിപ്പ് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഫോണിലല്ല, അത് അവരുടെ ഐഫോണിൽ എടുത്തുകൊണ്ട് അവർ കിട്ടിയിട്ടില്ല. അയച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായി, തിരക്ക് കാരണം കിട്ടിയില്ല. അങ്ങനെ രണ്ടാമത്തെ ലൊക്കേഷനിൽ നമ്മൾ എത്തി. പട്ടാമ്പിയാണ്. അവിടെ നിന്ന് 33 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പട്ടാമ്പിക്ക്. നമ്മൾ വണ്ടി എടുത്ത് പോരാനുള്ള കാരണം പെട്ടെന്ന് കസ്റ്റമർ അടുത്ത് എത്തണം എന്നുള്ളതാണ്. 7 മണിക്ക് തുടങ്ങി 12 മണിക്ക് കഴിഞ്ഞു. ഇവരെടുത്താണെന്നുണ്ടെങ്കിൽ 1 മണിക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ എത്തി. പ്രത്യേകിച്ച് അന്ന് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ ഒരു സമയമോ ഒഴിവോ കിട്ടിയതുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വൈകുന്നേരം അവിടുന്ന് തിരിച്ച് പോരുന്ന വഴിയാണ് പിന്നെ ഫുഡ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഇതാ അവിടുന്ന് തിരിച്ച് പോരുമ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മഴ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾ ലൈസൻസ് ഉണ്ടായിട്ട് ഡ്രൈവ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് നിങ്ങളുടെ വണ്ടിയിൽ നമ്മൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കോൺഫിഡൻസ് ആക്കി എടുക്കും. അങ്ങനെ അതാ പെരിന്തൽമണ്ണ എത്തി. ഞാൻ എന്ത് ചെയ്തു, ഒരു കരിക്ക കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി പോകുന്ന വഴിക്കാണ് വള്ളിക്കാപ്പറ്റ കഴിഞ്ഞ ഉടനെ അതാ ഇവിടെ ഒരു ലോറീനെ ഓവർടേക്ക് ചെയ്ത് വരുന്ന ഒരു കാർ ഉണ്ടായിരുന്നു. എക്സ്റ്റർ ഇപ്പുറത്ത് എന്ത് ചെയ്തു, നിർത്തി അങ്ങോട്ട് കൊടുത്തു. ആ എടുക്കണം അപ്പുറത്ത് തന്നെ ആ ലോറീനെ ഓട്ടേട്ട് ഒന്നൊരു ചാരി. വലിയ കുഴപ്പമില്ല, ആളുകൾ കുറേ പൊക്കാനൊക്കെ നോക്കി. ലാസ്റ്റ് ലോറിക്കാരനെ ഒന്നൊന്ന് ബാക്കിലേക്ക് എടുത്തു. അപ്പോൾ വണ്ടി സുഖമായിട്ട് പോയി. അവരുണ്ടാക്കിയ ബ്ലോക്കാണ് ഇത്. അപ്പോൾ നമുക്ക് ഡിലേ ആയി, 2 ദിവസത്തെ ഡിലേ ആയി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈം കിട്ടാത്തത് കാരണം വർക്കുള്ളതുകൊണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.